മഹേഷ് നാരായണൻ കഥയെഴുതി സംവിധാനം ചെയ്ത് ആൻ മെഗാ മീഡിയാസിന്റെ ബാനറിൽ ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന മലയാളത്തിലെ ബ്രഹ്മാണ്ഡ ചിത്രമാണ് പാട്രിയറ്റ്. 18 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കായും ലാലേട്ടനും വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാക്കോച്ചനും നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കയോടൊപ്പം വന്നിരിക്കുന്നത്. ഫഹദ് ഫാസിൽ, നയൻതാര, അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ചിത്രമാണ്. വരുന്ന ഏപ്രിൽ 23 വേൾഡ് വൈഡ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. പാൻ ഇന്ത്യൻ സിനിമയാണ്. കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ബോൾഗാട്ടി പാലസിൽ വെച്ചിട്ട് മമ്മൂക്കായുടെ ആരാധകരുമായി മമ്മൂക്ക അല്പസമയം ചെലവഴിച്ചു. അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് വീഡിയോസൊക്കെ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായി. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക ആരാധകരുമായി ഒപ്പം നിന്നുകൊണ്ട് ഒരു ഫോട്ടോ ഷൂട്ട് തന്നെ നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ ആ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായ ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയും സമൂഹ മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ വേട്ടയാടിയതൊക്കെ നമുക്കറിയാം. അതിനുശേഷം വലിയൊരു തിരിച്ചുവരവാണ് മലയാള സിനിമയിൽ മമ്മൂക്ക നമുക്ക് തന്നത്. കാരണം അക്ഷരാർത്ഥത്തിൽ നമ്മളെ മമ്മൂക്ക ഞെട്ടിച്ചു എന്നുള്ള കളങ്കാവൽ എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ശരിക്കും നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചു. ഇപ്പൊ അടുത്ത നമ്മളെ വീണ്ടും ഞെട്ടിക്കാൻ റെഡിയാകുകയാണ് മമ്മൂക്കായും ലാലേട്ടനും. പാട്രിയോട്ട് എന്ന സിനിമയുടെ ട്രെയിലർ കട്ടെല്ലാം ഏകദേശം പൂർത്തിയായി. ഈ വരുന്ന ഏപ്രിൽ 4 കവിത തിയേറ്ററിൽ വെച്ച് നമ്മുടെ ലാലേട്ടൻ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. എന്നാൽ 3 മിനിറ്റും 29 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ്. എനിക്കൊന്ന് മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയുടെ ട്രെയിലറുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ് പാട്രിയോട്ടിൻ്റെ ഇറങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ ടീസർ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ടീസറും അത്യാവശ്യം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സിനിമയുടെ റിലീസിങ്ങിന് ഇനി ഏതാണ്ട് ഒരു 10-24 ദിവസം കൂടെ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും പ്രൊമോഷൻ വളരെ വീക്കാണ് എന്നുള്ളതാണ് ആരാധകരുടെ ഇടയിലുള്ള ഒരു സംസാരം. ഇപ്പൊ മമ്മൂക്കാടേയും ലാലേട്ടന്റെയും ഫഹദ് ഫാസിലിന്റെയും കുഞ്ചാക്കോടെ ഒക്കെ ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ്. മലയാളത്തിലെ എക്കാലത്തെയും ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും 4 ട്രെയിലർ ഇറങ്ങുന്നതോടുകൂടി സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് കിട്ടും പ്രതീക്ഷിക്കുന്നതാണ്. അതുപോലത്തെ ഒരു മേക്കിംഗ് ആണ് സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ സുശീൽ ശ്യാമാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സംഗീതവും നൽകിയിരിക്കുന്നത്. വലിയ പ്രഗത്ഭരായിട്ടുള്ള ടെക്നീഷ്യന്മാരാണ് സിനിമയ്ക്കകത്ത് എത്തുന്നത്. 5ഓളം വിദേശ രാജ്യങ്ങളായിട്ടാണ് ചിത്രം ശൂട്ടീകരിച്ചത്. അസർബൈജാൻ, UK, ശ്രീലങ്ക, അങ്ങനെ പല രാജ്യങ്ങളായിട്ട് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി. റിട്ടയർഡ് മിലിറ്ററി ഓഫീസറായിട്ടാണ് എത്തുന്നത്. ലാലേട്ടൻ കരസേന മേധാവി ആയിട്ടുള്ള ഒരു പട്ടാളക്കാരൻ്റെ റോളിലാണ് എത്തുന്നത്. ലാലേട്ടൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ സിനിമയ്ക്കകത്തുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിനിമ എന്താണെന്നും സിനിമയെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമുക്ക് എന്തായാലും സിനിമ ഗംഭീര സിനിമ തന്നെ ആയിരിക്കുമെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക്. എന്തായാലും സിനിമ 4 ട്രെയിലർ കാണുന്നതോടുകൂടി സിനിമ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമുക്ക് 2 വ്യത്യസ്ത റോളുകളിലാണ് ഈ സിനിമയിൽ എത്തുന്നതെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഒന്നൊരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ മമ്മൂക്ക വരുന്നുണ്ട്. കാഷ്വൽ രീതിയിലുള്ള ഒരു ലുക്കിലും മമ്മൂക്ക ഇതിനകത്ത് എത്തുന്നുണ്ട്. എന്താ മഹേഷ് നാരായണന്റെ മേക്കിംഗ് പോലെ ഇരിക്കും സിനിമയുടെ ഒരു വിജയവും. എന്തായാലും ഓപ്പണിംഗ് ഷോ സിനിമ ഗംഭീര കളക്ഷൻ നേടുന്നതിൽ ഒരു സംശയം വേണ്ട. ഇപ്പൊ തന്നെ ഓൾറെഡി ഒട്ടുമിക്ക തിയേറ്ററുകളും സിനിമയ്ക്ക് ചാർട്ടായിട്ടുണ്ട്. ഇത് രണ്ടുപേരുടെയും ആരാധകർ വളരെ ആവേശത്തിലാണ്. ഫാൻ ഷോ വരെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയിറ്റിങ്ങിലാണ്. ഇനി ഏതാണ്ട് 24 ദിവസം കൂടെ ഉള്ള സിനിമ നമുക്ക് മുന്നിൽ എത്താനായിട്ട്. അപ്പോൾ നമുക്ക് ട്രെയിലർ കാണാം. ട്രെയിലർ വന്നാൽ ഉടൻ തന്നെ ട്രെയിലർ റിയാക്ഷനുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും